ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കർക്കിടക കഞ്ഞിയുടെ കൂട്ടാണ് ഞങ്ങൾ അൺബോക്സിങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇത് ഞങ്ങൾ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ച കർക്കിടക കഞ്ഞിയുടെ പാക്കറ്റാണ്. നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇതാണ് പാക്കറ്റിലെ അരി, ഞവരരിയാണിത്. ഇത് വെള്ളത്തിൽ കുതിരയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറുപയർ, മുളപ്പിച്ച ചെറുപയറാണ്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് ചെറുപയറും പയറും. അപ്പോൾ നമുക്കിതെല്ലാം കൂടി കുക്കറിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിതെല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂൺ നെയ്യും അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയുടെ ഔഷധക്കൂട്ടുമാണ്. പൊടിയും 2 സ്പൂൺ തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 8 വിസിൽ വരെ വേവിക്കാം. 8 വിസിലിന് ശേഷം വെന്ത കർക്കിടക കഞ്ഞിയിലേക്ക് നാളികേരം ചേർത്ത് ഇളക്കുക. ചൂടോട് കൂടിയ കർക്കിടക കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റാണ് കേട്ടോ. ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ.